അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് വീഡിയോസ് എടുത്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓഡിയൻസ് അങ്ങനെ ആരും നമ്മുടെ വീഡിയോസൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും നമ്മുടെ നാട്ടിലെ വനത്തിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ നമ്മൾ പുഴയിലേക്ക് പോകുന്നതിൻ്റെ കാഴ്ചകളും ഒക്കെ തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഇടുന്നത്. അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ അവിടെ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് തിരിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മയിലാടും പാറയ്ക്ക് തൊട്ട് മുകളിലാണ്. നമ്മുടെ രാഹുൽ എന്ന് പറയുന്ന രാഹുൽ പിന്നെ രഞ്ജിത്ത് വീഡിയോ ചെയ്യുന്ന പയ്യന്മാരുടെയൊക്കെ വീടിൻ്റെ തൊട്ട് താഴെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാനും നമ്മുടെ പയ്യന്മാരെല്ലാവരും കൂടിയിട്ട് ഇന്ന് മയിലാടും പാറയ്ക്ക് സൈഡിലൂടെ നമ്മളെല്ലാ വർഷവും ഫിഷിങ്ങിന് പോകുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അവിടേക്ക് പോയിട്ട് നമ്മളിന്ന് ഫിഷിങ്ങിനാണ് പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ കുറച്ച് വനത്തിൻ്റെ കാഴ്ചകളും നമ്മൾ ഫിഷിങ്ങിന് പോകുന്ന വഴികളും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ രീതിക്കുള്ള മീൻപിടുത്തവും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലെ പ്രധാനമായിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോയിലുള്ളത് ആരൊക്കെയെന്ന് കാണിച്ചു തരാം. പറഞ്ഞുകൂടാ പേര്? രഞ്ജിത്ത്. ഇത് രഞ്ജിത്ത്. ഷിജു. ഓക്കെ. ഒരു രണ്ടുപേരും ആണുള്ളത് എൻ്റെ കൂടെ. എന്നെയും കൂടെ കൂട്ടി 3 പേര്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെയാണ് ഇന്ന് മയിലാടും പാറയുടെ തൊട്ട് സൈഡ് വഴി മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളിതാ കമലകം ഊരിലൂടെയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു മാടമൊക്കെ ഉണ്ട്. ഒരു ഈറ വീടാണ്. ഈറ വീട്ടിലെ ഒരു മാടമാണ് ഇവരിവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മുടെ രഞ്ജിത്തിൻ്റെയൊക്കെ വീട്. അപ്പോൾ രഞ്ജിത്തിൻ്റെയൊക്കെ വീട്ടിൽ ചെന്ന് അമ്മമാരെയൊക്കെ കൂട്ടിയിട്ട് വേണം നമുക്കിപ്പോൾ തേക്കലിലേക്ക് പോകാനായിട്ട്. അപ്പോൾ കുറച്ച് മുന്നിൽ നടക്കണം, കുറച്ച് മുമ്പിൽ നടക്കുമ്പോൾ രഞ്ജിത്തിൻ്റെ വീട്, അത് കഴിയുമ്പോൾ മയിലാടും പാറ, പിന്നെ അവിടെ നിന്ന് കുറേ സൈഡിലൂടെയൊക്കെ നടന്നാലേ നമ്മൾ പോണ തേക്കലിൻ്റെ ഭാഗത്തേക്കൊക്കെ എത്തുള്ളൂ. അങ്ങനെ നമ്മളിതാ രഞ്ജിത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് രഞ്ജിത്തിൻ്റെ വീട്. അപ്പോൾ ഇത് രഞ്ജിത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അവരുടെ ചെറിയൊരു ഷെഡാണ്. ഇതാണ്ട ഇത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങണം. കുറച്ച് താഴോട്ട് ഇറങ്ങിയാലാണ് നമുക്കടുത്ത് മയിലാടും പാറയിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ മയിലാടും പാറയുടെ കുറേ വീഡിയോസൊക്കെ നമ്മൾ മുമ്പേ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും ഈ തേക്കലിൽ പോകുമ്പോഴേ മയിലാടും പാറയ്ക്ക് സൈഡിലാണ് ഞങ്ങൾ പോയി വല കെട്ടുന്നത്. ആ സൈഡിൽ പൊക്കി കഴിഞ്ഞാൽ ചെറിയ കൈലി മീനുകളൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും പോകുന്നത്. നമ്മളിതാ അവരെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവരുടെ വീടിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് താഴെ ഇറങ്ങണം. കുറച്ച് താഴെ ഇറങ്ങുമ്പം കുറച്ച് പാറാക്കൂട്ടങ്ങളും ഒക്കെയുള്ള സ്ഥലമുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളെപ്പോഴും ഇതുവഴിയൊക്കെ തന്നെയാണ് മയിലാടും പാറയിലേക്ക് പോകുന്നതും അവിടെ നിന്ന് നമ്മൾ വല കെട്ടുന്നതും. അപ്പോൾ ചൂണ്ട അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, വല മാത്രം തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. അതും വീട്ടിലെ വലയാണ്. അപ്പോൾ അതെടുത്ത് കെട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ തിരിച്ചെടുത്ത് വീട്ടിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ അത് തന്നെയാണ്. വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ വലിയ വലയൊക്കെ കെട്ടുമ്പോൾ നമുക്ക് അങ്ങനെ അധികം മീനൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചെറിയ വലയൊക്കെയാണ് നമ്മൾ കെട്ടുന്നത്. പിന്നെ മെനക്കെട്ട് അങ്ങനെ പോകാനും തേക്കലിൽ വരാനൊക്കെ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. എനിക്ക് വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 4-4.5 കിലോമീറ്റർ ഉണ്ട് തേക്കലിലോട്ട് വരാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മളങ്ങനെ തേക്കലിൽ പോണതും ഈ മീൻ പിടിക്കുന്നത് ഇതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ കുറവുമാണ്. അങ്ങനെ കുട്ടപ്പൻ്റെ കയ്യിലാണ് നമ്മുടെ വലസഞ്ചി ഇരിക്കുന്നത്. കൂടെ രഞ്ജിത്തും ഉണ്ട്. രഞ്ജിത്ത് നമ്മുടെ റീൽ ക്രിയേറ്ററാണ് ഇവിടുത്തെ. ഞാൻ രഞ്ജിത്ത് എന്നാണ് പയ്യൻ്റെ പേര്. അപ്പോൾ അവ എടുക്കുന്ന റീൽസൊക്കെ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ ഉണ്ട്. ഞാൻ രഞ്ജിത്ത് എന്നാണ് അവൻ്റെ അക്കൗണ്ടിൻ്റെ പേര്. അത് ഫ്രണ്ടിൽ പോണത് കിലിയൻ എംബാപ്പയാണ്. കാരണം അവനും എംബാപ്പയും തമ്മിൽ നല്ല ഒരു സാമ്യമുണ്ട്. കുട്ടപ്പൻ എംബാപ്പെ. അവൻ്റെ പേരെന്താ പറയുക? കുട്ടാപ്പി എന്നാണ് ആ പയ്യൻ്റെ ഐഡിയുടെ പേര്. അപ്പോൾ അതും നമ്മൾ കൊടുത്തേക്കാം. അങ്ങനെ ഇപ്പം നമ്മളിതാ മയിലാടും പാറയിലേക്ക് പോകുന്ന വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വഴികളൊക്കെ കണ്ടോ, ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നല്ല പച്ചപ്പൂടിച്ച് കിടപ്പുണ്ട്. അതായത് ഈ ഒരു സമയം അറിയാമല്ലോ, ഇതിപ്പോൾ ജൂണാണ്. ജൂൺ 9-ാം തീയതിയാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ജൂൺ 9-ാം തീയതിയത്തെ ഒരു കാലാവസ്ഥയാണ് ഇതെന്ന് പറയുന്നത്. നല്ല മഴയും ഒക്കെ പിടിച്ച് നമ്മുടെ നാട്ടിലെ ഈ പ്രകൃതിയൊക്കെ നല്ല പച്ചപ്പായിട്ട് കിടപ്പുണ്ട്. അതൊക്കെ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നുണ്ട് ഈ സൈഡിൽ നിന്ന് ഓടയിൽ കൂടെയൊക്കെ നല്ല വെള്ളം വരുന്നുണ്ട്. അതിന് പുറമെ അവിടുത്തെ പാറകൾ. നമ്മൾ എന്തായാലും ഈ സൈഡിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നത്. അത്യാവശ്യം നല്ലൊരു മഴയും ഇപ്പോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് നേരെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ല അത്യാവശ്യം ചെളിവെള്ളമൊക്കെ ഇറങ്ങുന്ന ഭാഗത്തൊക്കെ കൊണ്ട് മീൻ കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്കതൊക്കെ നോക്കിയിട്ട് നേരെ താഴേക്ക് പോകണം. നമ്മളിവിടെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൻ്റെയൊക്കെ നല്ല സൗണ്ടാണ്, കേൾപ്പിച്ച് തരാം. വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ചു പോവുകയാണ്, അതിൻ്റെയൊക്കെ സൗണ്ടാണ്. പിന്നെ നല്ല ചീവീടിൻ്റെ ശബ്ദമുണ്ട്. ഇതാരെന്ന് മനസ്സിലായി? ഇത് ഇവിടുത്തെ ഒരു സെലിബ്രിറ്റിയാണ്. നമ്മുടെ ഞാൻ രാഹുൽ എന്ന് പറയുന്ന നമ്മുടെ പയ്യനാണ്.
അപ്പോൾ അവൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പയ്യൻ്റെ കഷ്ടപ്പാടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതായത് പുള്ളിയുടെ വീട്ടിൻ്റെ അവിടെ റേഞ്ചൊന്നുമില്ല. അപ്പോൾ ഇവിടെ തൊട്ട് താഴെ മയിലാടും പാറയുണ്ട്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ആനയൊക്കെയാണ്. തൊട്ട് മുകളിൽ രാഹുലിൻ്റെയൊക്കെ വീടിൻ്റെ സൈഡിൻ്റെ ആ ഭാഗത്തെല്ലാം കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കരമായിട്ട് ആനയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങോട്ടേക്കൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വരാനെല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ പയ്യൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കയറി കാണണം അല്ലേ രാഹുലേ? തീർച്ചയായും. പിന്നെ മഴയ്ക്ക് മുമ്പ് അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നതാണ്, വീട്ടിലും കിട്ടുന്നതാണ്. മയിലാടും പാറ ഞാൻ പിന്നെ പൊതുവെ മയിലാടും പാറയാണ് സ്പീഡ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് പൊതുവെ പോകുന്നത് അപ്ലോഡ് ചെയ്യാൻ. ഓക്കെ. പിന്നെ ഇപ്പം ഈ മഴ സമയം തുടങ്ങിയതിന് ശേഷം നല്ല സ്പീഡ് കുറവാണ്. അങ്ങനെ ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. വീട്ടിൻ്റെ അടുത്തുനിന്ന് എത്രയും പെട്ടെന്ന് അടുത്തായതുകൊണ്ട് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്നത് കൊണ്ടും അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ പരിപാടി നടക്കട്ടെ, നമ്മൾ ചലിക്കുകയാണ്. മയിലാടും പാറ എത്തിയിട്ടുണ്ടേ. അപ്പോൾ ആദ്യം നമുക്ക് മയിലാടും പാറയിലോട്ട് പോവാം. മയിലാടും പാറയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഡാമിൻ്റെ റിസർവോയർ എത്രത്തോളം കയറി കിടക്കുന്നുണ്ടെന്ന്. അതിനുശേഷം നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് ദൂരം നടക്കാനുണ്ട് നമ്മൾ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വർഷവും മഴ സീസൺ ആകുമ്പോൾ നമ്മളിങ്ങനെ വീഡിയോസ് എടുക്കുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ എല്ലാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിൻ്റെ അടുത്തു നിന്നൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ മയിലാടും പാറയും അതുപോലെ കാവേറോട്ട് തിരിച്ച സ്ഥലവും പിന്നെ തൊട്ടപ്പുറത്തേക്ക് നെയ്യാറും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള പ്രധാനപ്പെട്ട ആറുകളെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ കള്ളുകാടൻ്റെ തേക്കലിൻ്റെ സൈഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം എനിക്ക് തോന്നുന്നു 1 മീറ്റർ ദൂരം കൂടെ ഉള്ളു കേട്ടോ തേക്കൽ കയറി മുട്ടാനായിട്ട്. ബാക്കിയെല്ലാം ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നല്ല രീതിക്ക് വെള്ളം ഇറങ്ങിപ്പോയതാണ്. ഏകദേശം ഒരാഴ്ച 1.5 ആഴ്ചത്തെ മഴ കൊണ്ടാണ് നമ്മുടെ ഡാമിൻ്റെ റിസർവോയർ ഇത്രയും വലിയൊരു വെള്ളം കയറി ഇങ്ങനെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പെട്ടെന്ന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഈ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോഴേ ഭയങ്കരമായിട്ടുള്ള മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായി. അതിൽ പ്രധാനമായിട്ടെന്ന് പറയുമ്പോൾ പോണ സമയത്തൊക്കെ ഫുള്ള് അത്യാവശ്യം നല്ല മരുഭൂമിയിലൊക്കെ കിടന്നതാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ. അപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇത്രത്തോളം വലിയ മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ മയിലാടും പാറയിലേക്ക് അങ്ങനെ എത്തിയിട്ടുണ്ട്. മയിലാടും പാറയാണ് രാഹുലിൻ്റെ പ്രധാന ഏരിയ. മയിലാടും പാറയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഹുലിനെ പതിച്ചു കൊടുത്ത പോലത്തെ ഏരിയയാണത്. വേറെ ആരിനെയും അടുപ്പിക്കില്ല, രാഹുൽ മാത്രം. എന്നുവെച്ചാൽ മയിലാടും പാറയെന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് വീഡിയോ രാഹുലിൻ്റെ പേരിലാണ്. പിന്നെ രഞ്ജിത്ത് മാരൊക്കെ തന്നെ. അതെ അതെ, ഇവിടെ ഒരു റിസോർട്ടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും. അങ്ങനെ മയിലാടും പാറയും പരിസര പ്രദേശങ്ങളും നല്ല പച്ചപ്പൊക്കെ വിരിച്ചിങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാഹുൽ ഇവിടെ വന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കമലകത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വ്ളോഗർ രാഹുൽ തന്നെയാണ്. അപ്പോൾ രഞ്ജിത്തൊക്കെ അവിടെ നിന്ന് അമ്മമാരെ റീൽ അതിൻ്റെ പയറ്റുകളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വേണ്ട അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പേപ്പാറ ഡാമിൻ്റെ റിസർവോയറേ ഇങ്ങനെ നിറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മുന്നിൽ പോകണം. മുന്നിൽ പോയിട്ട് അങ്ങ് സൈഡിലാണ് നമ്മൾ വല കൊണ്ടിടുന്ന സ്ഥലം. അപ്പോൾ അവിടെ കൊണ്ട് ഒരു സൈഡിൽ നമുക്ക് കൊണ്ട് വല കെട്ടാം. വല കെട്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരുപാട് ഇങ്ങനെ സ്ഥലം ഇങ്ങനെ നല്ല പച്ച വിരിച്ച് ഇങ്ങനെ കിടപ്പുണ്ട്. കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. എനിക്കറിയാം നമ്മുടെ നാട്ടിലെ ഈ പച്ചപ്പും അതുപോലെ ഇവിടുത്തെ കാടുകളും ഇതൊക്കെ കാണാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഇത്തരം കാഴ്ചകൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. അതല്ല എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ നമ്മളിപ്പോൾ ഓരോ സ്ഥലത്തേക്ക് യാത്ര പോകുന്നതിൻ്റെ വേറൊരു ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പുതിയൊരു ശ്രമത്തിലും കൂടിയാണ് ഞാൻ. അപ്പോൾ നമ്മളങ്ങനെ മയിലാടും പാറയുടെ കുഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചത് ആ മുകളിലേക്കുള്ള വഴി കൂടെ കയറിയിട്ടാണ് നമ്മളിപ്പോൾ നേരെ ആറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ രഞ്ജിത്തേ പോയാലോ? വാ. ചെറിയൊരു സഞ്ചിയുണ്ട്, ആ സഞ്ചിക്കകത്ത് ചെറിയൊരു വലയും ഉണ്ട്. പിന്നെ രാവിലെ ശരിക്കും വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇനിയിപ്പോൾ ഈ വഴി കൂടെയാണ് നമ്മൾ പുഴയിലേക്ക് പോകുന്നതും തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നതും ഈ വഴിയിൽ കൂടെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടപ്പൻ എമ്പാപ്പൻ. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല കല്ലിടകളും ഒക്കെയാണ് ഈ ഒരു ഭാഗത്തെല്ലാം ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കയറി കഴിഞ്ഞാൽ ഈ ഒരു പാറ അത്യാവശ്യം നല്ല നിരപ്പാർന്നൊരു പാറയാണ്. അപ്പോൾ ഞാനിന്ന് വൈഡ് ഇട്ടിട്ടല്ല ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, സാധാ നാരോ മോഡിൽ ഇട്ടിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഇതേ സമയത്ത് ഞാൻ എടുത്തതാണ് ഈ ഒരു ക്യാമറ. ഈ ക്യാമറ മേടിച്ചിട്ട് പിന്നെ റെഗുലറായിട്ട് നല്ല വീഡിയോസൊക്കെ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത്രത്തോളം വലിയ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും മാക്സിമം നമുക്ക് വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇത് കൂടുതലും ഇങ്ങനെ വൈൽഡ് ലൈഫ് വിഷ്വൽസ് എടുക്കാനാണ് ഇത് നല്ലത്. അത്യാവശ്യം നല്ല പച്ചപ്പൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തൂടെ കാണാൻ പറ്റുന്നില്ലേ. പിന്നെ അതേപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ, ഇതൊക്കെ തന്നെയാണ് ഈ ക്യാമറയുടെ
ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല കാടുകളായിരുന്നു. അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ വേനൽ സമയത്തുണ്ടല്ലോ, വേനൽ സമയത്ത് കാട്ടുതീ വന്നിട്ട് കുറേയൊക്കെ ഇങ്ങനെ പോവും. ഇതങ്ങനെ പോയതാണ് ഈ ഭാഗത്തുള്ള മരങ്ങളൊക്കെ. അപ്പോൾ ഇത് പോയാലും ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് തിളിർത്ത് വരും. അങ്ങനെയാണ്. അതായത് ഈ മരക്കാടുകളൊക്കെ തീ വെന്ത് കഴിഞ്ഞാലാണ് പിന്നെയും അതിന് കുറച്ചും കൂടെ ഊർജ്ജം കിട്ടുന്നത്. അപ്പോൾ ഈ കാടുകളൊക്കെ തന്നെ കുറേ ദിവസം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തിളിർത്ത് വരും. ഇനിയിപ്പോൾ മഴയാണ്, ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് തിളിർത്ത് വരും. എന്തായാലും തീ വെന്തപ്പോൾ ഈ ഭാഗത്തെല്ലാം കുറച്ചിങ്ങനെ വെട്ടയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മൃഗങ്ങളൊക്കെ നിൽക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ദൂരെ നിന്ന് ഇങ്ങനെ അതിനെ കാണാനായിട്ട് സാധിക്കും. ആ വഴിയിലെല്ലാം ഇടത്തെ സൈഡൊക്കെ ഉണ്ടോ, ഇതെല്ലാം അത്യാവശ്യം വലിയ വലിയ മരങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ പാറാക്കൂട്ടങ്ങളൊക്കെ നമ്മൾ പോണ വഴിയിലൊക്കെ ഉണ്ട്. ഒരുപാട് പാറാക്കൂട്ടങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്. ഇതെല്ലാം ഇപ്പോൾ നാട്ടിൻ പ്രദേശത്തൊക്കെ ആണെങ്കിൽ ഇതെല്ലാം ഇപ്പോൾ ഇതിനെയൊക്കെ പൊട്ടിച്ചെടുത്ത് വലിയ വലിയ വീടുകളും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കോറികൾ ഒക്കെ ആയിട്ട് ഇതെല്ലാം മാറിയനെ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ആണെന്നൊരു ഉറപ്പായിട്ടും നമ്മളെ കമൻ്റായിട്ട് ഇടണം, എന്ത് വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളത് ഇടണം. എന്നിരുന്നാൽ മാത്രമേ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടൻറ്റുകൾ ഇനി അപ്ലോഡ് ചെയ്യുള്ളൂ. കാരണം ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തു കഴിഞ്ഞ ഇതിന്, പക്ഷേ അതിനൊന്നും വ്യൂ കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടമെങ്കിൽ അത് പറഞ്ഞാൽ മതി. മാക്സിമം നല്ല നല്ല കണ്ടൻറ്റുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാവേ. അങ്ങനെ ഏകദേശം നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന്, അതായത് പൊത്തോടുന്ന് ഈ പേപ്പാറ റിസർവോയറിലേക്ക് വെള്ളം എത്തുന്ന ഒരു തോടുണ്ട്. ആ തോടിൻ്റെ പേര് പൊത്തോടെന്ന് തന്നെയാണ്. അപ്പോൾ ആ തോട്ടിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ എംബാപ്പയും രഞ്ജിത്ത് പക്കിയും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് വരുന്ന തോട് പേപ്പാറ ഡാമിൻ്റെ റിസർവോയറിലേക്ക് എത്തുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അവിടെ ഒരു മാമ ഇരുന്ന് മീൻ പിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ട ഭയങ്കര വെള്ളമാണേ, കണ്ടോ. നമുക്കിത് ക്രോസ് ചെയ്ത് അക്കരെ പോകണം. അക്കരെ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് അക്കരെ പോകണം. എന്നിട്ട് പോയിട്ട് നമുക്ക് നമ്മുടെ വലയിടണം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിത് ഈ ഭാഗത്തു നിന്നാണ് ഇറങ്ങി വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ അക്കരെ ഇത് ക്രോസ് ചെയ്ത് അക്കരെ കയറണം. അക്കരെ കയറിയിട്ട് വേണം നമ്മളടുത്ത് ചെറിയ വലയിടലും പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അക്കരെ ഒരു സ്ഥലമുണ്ട്, അതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള സ്പോട്ട്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ വരുമ്പോൾ ഈ ഭാഗമെല്ലാം നല്ല വെള്ളം കയറി കിടന്നതാണേ. ഇപ്പോൾ ഇപ്രാവശ്യം അത്രയ്ക്കൊരു വെള്ളം കയറിയില്ല എങ്കിൽ പോലും അത്യാവശ്യം വെള്ളമുണ്ട്. ഈ ഭാഗത്തെല്ലാം കഴിഞ്ഞ പ്രാവശ്യം മുങ്ങിക്കിടന്നതായിരുന്നു. പ്രാവശ്യം ഇതുവരെ അത്രയ്ക്ക് വെള്ളം കയറിയില്ല. ഇനിയിപ്പോൾ ഒരു 2-3 മഴയും കൂടെയൊക്കെ പെയ്യുമ്പം ഇതെല്ലാം ഫുള്ളാവും. അപ്പോൾ നമുക്കെന്തായാലും ഇത് ക്രോസ് ചെയ്ത് അക്കരെ കയറിയിട്ട് വേണം നമുക്കടുത്ത നമ്മുടെ പരിപാടികൾ നോക്കാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണ്, ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അതിന് പുറമെ ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾ സൂക്ഷിച്ച് വരണം. കാരണം വെള്ളത്തിൻ്റെ ആഘാതം കൂടുതൽ വരുവാണെങ്കിൽ നമുക്ക് അക്കരയ്ക്കൊന്നും മുറിച്ച് കിടക്കാനോ ഒന്നും പറ്റത്തില്ല. മുകളിലൊരു മരമുണ്ട്, അതുവഴി നമുക്ക് അക്കരയ്ക്കൊക്കെ പാസ് ചെയ്ത് പോകാവുന്നതാണ്. ഇതിപ്പോൾ നോക്കണം എവിടെ കൂടി നമുക്ക് പോകാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഇവിടെ കമലകം സെറ്റിൽമെൻറ്റിലുള്ളൊരു പയ്യനാണ്. അവൻ മീനൊക്കെ പിടിക്കാൻ വന്നിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു സമയമായി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കും നേരത്തെ എത്തിപ്പെടാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ അക്കരെ ഒരു തടി ഇടുന്നു, അവിടെ നിന്നാണ് നമ്മൾ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്കിയുടെ കൈ. മിക്കിയുടെ കൈ പോകടേ, പോട്ട് ഇല്ല കാടാണേ. അതുപോലെ നല്ല പച്ചപ്പാണേ. പിന്നെ അതുപോലെ ഇതാ പോണ വഴിയിൽ ഒരു വലിയൊരു പ്ലാവ് മരം നിൽപ്പുണ്ട്. ഇതാ കണ്ട, ഇതാണേ. അപ്പോൾ ഇതിലൊക്കെ ചക്ക ഉണ്ടായാൽ തന്നെ കിട്ടൂല. ഫുള്ള് ഈ ആനയൊക്കെ ഒന്ന് പിടിച്ച് പറിച്ചെടുത്തിട്ടുകൊണ്ട് പോകും. ആന കഴിക്കും അതെല്ലാം. പിന്നെ അതിന് പുറമെ ഈ ഭാഗത്തെല്ലാം ഉള്ളത് ഈ വിട്ടി മരം ഉണ്ടല്ലോ, വിട്ടി എന്ന് പറയുന്ന ഒരു സൈസ് മരമാണ് ഈ ഭാഗത്തെല്ലാം ഉള്ളത്. പതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എംബാപ്പയുടെ കയ്യിലാണ് നമ്മുടെ സഞ്ചി ഉള്ളത്. നമ്മൾ കാണുമ്പം ചെറിയ കാട് പോലെയൊക്കെ തോന്നും ഇപ്പോൾ വീഡിയോയിലൂടെ കാണുമ്പോൾ. ശരിക്കും ഇത് ചെറിയ കാടുകളല്ല, വലിയ കാടുകളാണ്. ഇവിടുന്ന് കുറേ ബേക്കിൽ, ഏകദേശം 2-3 കിലോമീറ്റർ ബേക്കിൽ മാത്രമേ ആൾതാമസമുള്ളൂ. അഥവാ ആൾതാമസമുള്ള സ്ഥലത്ത് തന്നെ നല്ല രീതിക്ക് കാട്ടാൻ ഇറങ്ങും. ഇന്നലെയും കാട്ടാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവന്മാരെ വിളിച്ചിട്ടാണ് വന്നത്. അഥവാ ഇവന്മാരെ കിട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് വരാനുള്ളൊരു മൈൻഡാണ്. കാരണം ഞാൻ കുഴപ്പമില്ല, ഇവിടെയൊക്കെ ഒറ്റയ്ക്കൊക്കെ നമുക്ക് വരാൻ പറ്റും. ഇവിടെ വന്നപ്പോൾ നല്ലൊരു സ്മെല്ലല്ലേ, എന്തിൻ്റെ നാറ്റം, എന്തരോ ചത്ത് കിടക്കണം. വല്ല പാമ്പോ വല്ലതും ആയിരിക്കും, കീരി വല്ലതും പിടിച്ചിട്ടിരിക്കുന്നത്. പാമ്പ് ആകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു മാറ്റം നാറ്റം. ജിത്ത് പറഞ്ഞത് കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ എന്നോട് സംസാരിച്ചു. അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ ഒരു പേര ഉണ്ടായിരുന്നല്ലോ അവിടെ. ഓ, അതിപ്പോൾ ഇല്ലയെന്ന് തോന്നണം. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരെ ഇതൊക്കെ കണ്ട മണ്ണളക്കി ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ആൾക്കാർ ഈ മണ്ണിര ഉണ്ടല്ലോ, മണ്ണിര എടുക്കുന്നതാണ്. അപ്പോൾ മണ്ണിര എടുത്തിട്ട് ചൂണ്ടയിൽ കുത്തി ഇട്ട് കഴിഞ്ഞാൽ മീൻ കിട്ടും.
അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മണ്ണിര എടുക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ബേക്കിലെല്ലാം. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് നമ്മുടെ റിസർവോയർ ഇത്രയും വലിയൊരു കയറ്റം കയറി ഇത്രയും വെള്ളം കയറി ഇങ്ങനെ കിടക്കുമെന്ന്. അയ്യോ ഉണ്ടോ, ഇവിടെയൊക്കെ ഇതെല്ലാം പോത്തൊക്കെ വന്ന് തിന്നയാണേ. ഇതിൻ്റെ ഇലകളെല്ലാം, ഇവിടെ കാണുന്ന ഇലകളെല്ലാം പോത്തൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിലൊക്കെ നല്ല പോച്ചയുണ്ട്. നമ്മുടെ കാട്ടുപോത്തിനൊക്കെ തിന്നാൻ പറ്റിയ ആഹാരങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അമ്പോ എന്തോരം പച്ചപ്പാണെന്ന് നോക്കിയാൽ. ഇത് ഈ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ, അതായത് ഈ മൺസൂൺ സീസണ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ. പിന്നെ ഇത് കഴിഞ്ഞുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് മറ്റുള്ള സ്ഥലത്തൊക്കെ ഉള്ള സെയിം കാലാവസ്ഥ തന്നെയാണ്, വേനൽ ചൂടുമൊക്കെ. പിന്നെ അതിരുമല അഗസ്ത്യരുടെ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ കുറച്ച് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കൊക്കെ കുറച്ച് മാറ്റം ഉണ്ടാവുമേ. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ കിട്ടും അവിടെയൊക്കെ പോകും. ഇതെല്ലാം ഇവിടെയൊക്കെ കാണുന്ന വലിയ വലിയ പാറകളാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ വനത്തിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും പാറകളാണുള്ളത്. അപ്പോൾ ഇവിടെ കൂടെ ഒരു വഴിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്രാവശ്യം അങ്ങനെ ആൾക്കാരൊന്നും അധികം വരാത്തതുകൊണ്ട് തന്നെ അത് തെളിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും കുറേ കൂടെയൊക്കെ തേക്കലിൽ പരുവുള്ള സമയത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ ആ സമയത്ത് ഇവിടെ എല്ലാം നല്ല രീതിക്ക് നല്ല വഴിയായിട്ട് കിടക്കും. അപ്പോൾ നമ്മളെല്ലാ വർഷവും എത്തുന്ന ആ ഒരു പാറയുടെ അടുത്ത് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ടേ, ഒരു പാറയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കാണുന്ന കാഴ്ചകൾ അടിപൊളിയാണ്. ഇത് ഗന്ധകപ്പാല എന്ന് പറഞ്ഞൊരു മരമാണ്. പിന്നെ അതുപോലെ നമ്മുടെ പയ്യൻ പറിച്ച് കഴിക്കുന്ന അത് ഉമ്മെന്ന് പറഞ്ഞൊരു മരമാണ്. അതിൻ്റെ കായൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് താഴെ ഇറങ്ങണം. അവിടെയാണ് തേക്കൽ കാണുന്നില്ല, അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ അവിടെ ആ പോച്ചയിൽ വെള്ളം കെട്ടിയിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളിതാ ഇതിനകത്തിരിക്കുന്ന വല കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കയല് മീനൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പം അത്യാവശ്യം വെള്ളം കുറച്ച് താഴെ നിൽക്കുന്നുള്ളൂ, ഇങ്ങോട്ട് കയറി എത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, പോയി കെട്ടിയിടാം. കിട്ടുവാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് വീട്ടിൽ കൊണ്ട് അത്യാവശ്യം ചെറിയ ചെറിയ കറികളൊക്കെ വയ്ക്കാമല്ലോ. അപ്പോൾ കയലിയാണ് നമ്മൾ പ്രധാനമായിട്ടും കയലിക്കൊക്കെ ഇങ്ങനെ വലയിടാനാണ് പോകുന്നത്. അല്ലാതെ വലിയ വലയിൽ പോകാനെന്നുള്ളൊരു എക്സ്പീരിയൻസ് അങ്ങനൊന്നും എനിക്കില്ല. പോകും, പക്ഷേ അതിനുള്ള ഒരു സെറ്റപ്പോ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് വലയൊന്നുമില്ല. അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ പോകണം എന്നൊക്കെ ഉള്ളൊരു വലിയൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഉണ്ടോ, ഇതെല്ലാം അടിപൊളി കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാവേ. കാണുന്ന പാറയുടെ മുകളിൽ നിന്നാണ് ഞങ്ങൾ യാത്ര ചെയ്ത് വന്നത്. അപ്പോൾ ഇവിടെ എല്ലാം നല്ല പച്ചപ്പ് കേട്ടോ. ഈ മരങ്ങളൊക്കെ കിടക്കുന്ന നോക്കിയാണ്. ഇതെല്ലാം വേനലടിക്കുമ്പോൾ ഇതെല്ലാം പോകും കേട്ടോ. ഇതെല്ലാം ഇലയൊക്കെ പൊഴിഞ്ഞു പോയി വെറും മരങ്ങൾ മാത്രമൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. എന്നാലും അത്യാവശ്യം ഒരു കാടിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഏത് സമയത്ത് നമുക്ക് ഇവിടെ വരുമ്പോൾ ഒക്കെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുക. ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ മുന്നിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇതാ ഈ ഭാഗം കണ്ടോ, ഇതാ ഇതുവരെ ഈ തറ ഭാഗം വരെ നന്നായിട്ട് വെള്ളം കയറി നിൽക്കുന്നതാണ്. ഇനിയിപ്പോൾ ഒരു 10-20 അടി മാത്രമേ ഡാം കയറി നിറയാനുള്ളൂ. അപ്പോൾ അതും കൂടെ നിറയുമ്പോൾ നമ്മുടെ മിക്ക ഭാഗത്തും വെള്ളം കയറി നിൽക്കുന്ന ടോപ്പ് ഭാഗങ്ങളിലൊക്കെ വെള്ളം എത്തും കേട്ടോ. അപ്പോൾ ഇതാ ഇതുവരെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയതാണ്. ഇപ്രാവശ്യം അത്രയ്ക്കൊന്നും വെള്ളം ഇല്ല, കയറിയിട്ടില്ല. കണ്ട അക്കരെ കാണുന്ന ഐലൻഡ് ഉണ്ട്, അതൊക്കെ കയറി ഫുള്ളാവും. നമ്മളെല്ലാ വർഷവും വന്ന് വല കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ. ഈ പോച്ചയ്ക്കകത്താണ് വല കിട്ടുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അവിടെ വെള്ളം കയറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-20 അടി വെള്ളം കൂടെ കയറാനുണ്ട്. അതും കൂടെ കയറുമ്പോൾ ഇവിടെ വന്ന് വല കിട്ടാൻ പറ്റും. ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല മീൻ കിട്ടുന്നതാണ്, കയലി. വലിയ മീനല്ല, ചെറിയ കയലി മീൻ കിട്ടുന്നതാണ്. പക്ഷേ അത് അസാധ്യമായിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച കാര്യം നടന്നില്ല. പിന്നെ നേരെ അപ്പുറത്തോട്ട് നമുക്ക് പോയി നോക്കാം, ഏതെങ്കിലും സ്ഥലത്ത് നോക്കി നോക്കാം. ഇവിടെ നിന്ന് നമ്മൾ മുന്നിലേക്ക് നടക്കുകയാണ്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഈ ഒരു സമയം കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത്രയും വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടൊക്കെ ഒരുപാട് ദൂരം ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെയെന്ന് പറയുമ്പോൾ ഇനി ഇത്രയും ഭാഗം കൂടെ വെള്ളം കയറാനുണ്ട്. ഇതുവരെ കയറും വെള്ളം. അപ്പോൾ അതുവരെ കയറുമ്പോഴാണ് നമ്മുടെ ഡാമിൻ്റെ റിസർവോയർ മൊത്തത്തിൽ ഫുള്ളാകുന്നത്. ഇതിലേ കൂടെ കുറച്ചിനി മുന്നോട്ടേക്ക് നടന്നു പോകണം. ഇവിടെ എല്ലാം ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെ വന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ ഈ മലവെള്ള പാച്ചിലൊക്കെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുന്ന മരങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് കുറേ ഉള്ളത്. അതിന് പുറമെ ഈ ഭാഗത്ത് കണ്ട വലിയൊരു പാറയുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴും അത്യാവശ്യം വലിയ പാറകളൊക്കെ ഉണ്ടായി. വിചാരിച്ചതുപോലെ റിസർവോയർ ഫുള്ളായില്ല കേട്ടാ, ഇനിയും ഫുള്ളാവുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അക്കരെയൊക്കെ നമുക്ക് സുഖമായിട്ട് നീന്തി പോയിട്ട് വരാമെന്ന് തോന്നുന്നു. അത്രയ്ക്കുള്ള വെള്ളമേ ഇപ്പോൾ നിലവിൽ കയറിയിട്ടുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ ഈ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ പണ്ട് നമ്മൾ മീനെ പിടിച്ചതാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് അത് അക്കരെ പാറയിരുന്ന് അതിൻ്റെ താഴെ ചൂണ്ടായിട്ട് അത്യാവശ്യം നമ്മൾ മീനൊക്കെ പിടിച്ചതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് സെറ്റാവില്ല, കാരണം ഇപ്പം മീനില്ലാന്ന് തോന്നണം. അപ്പോൾ അടിപൊളി കാഴ്ചകൾ കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. പക്ഷേ മീൻ പിടിക്കുമ്പോൾ മീൻ കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് കുറച്ച് കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ
കാണാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മൾ വരുന്ന സമയത്ത് ഇതെല്ലാം നല്ല ഫില്ലായി കിടക്കുകയും നമ്മൾ ഈ പാറയ്ക്ക് മുകളിലിരുന്നിട്ടാണ് ഇവിടേക്ക് ചൂണ്ടയിട്ടത്. ഇപ്പം നമുക്ക് അതിൻ്റെ താഴെ കൂടെ നടക്കാൻ പറ്റും കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ മഴയുടെ തുടക്കമല്ലേ ആയിട്ടുള്ളൂ, ഇനിയും കഠിനമായിട്ടുള്ള മഴകളൊക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വരുമ്പോൾ ഇതെല്ലാം ഉറപ്പായിട്ടും നല്ല രീതിക്ക് ഫില്ലാവും. എന്താ ഈ പാറയ്ക്കിടയിലൂടെയൊക്കെ നമ്മളിങ്ങനെ അതിസാഹസികമായിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ കയറി പോകണം. അത് കഴിഞ്ഞ് ഈ പാറേൻ്റെ ഇവിടെ നിന്ന് അക്കരോട്ട് ഇങ്ങനെ ഒറ്റച്ചാട്ടം. അത് കഴിഞ്ഞ് അടുത്ത പാറ. ഈ പാറയുടെ പേരെന്താ? പൈഞ്ഞിപ്പാറയാ? കുപ്പയിട്ട പാറ. ഓക്കെ മച്ചിയേ, കുപ്പയിട്ട പാറയിൽ ഞാൻ സ്ലിപ്പായിരിക്കുന്നു സുഹൃത്തുക്കളെ. കാല് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി. അല്ല ഇവിടെയും വെള്ളമൊന്നും കയറി ഫുള്ളായില്ല. ആ മരം കണ്ട, ഒറ്റ മരം നിൽക്കുന്നത്, ആ മരത്തിൻ്റെ അതുവരെ വെള്ളം കയറി ഫുള്ളാകുന്നതാണ്. ഞാനും കിലിയനും കൂടെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. ഇപ്രാവശ്യം പക്കിയാണ് നമ്മളിവിടെ ഉള്ളത്. നമ്മുടെ മിക്കിയുടെ പക്കിയാണ് ഇപ്രാവശ്യം നമ്മളിവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ നടക്കാം. നടന്നിട്ട് അങ്ങോട്ടുള്ള കുറച്ച് മലനിരകളിലും വ്യൂ ഒക്കെ കാണാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെറിയ വല കിട്ടുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ചെറിയ മീനായാലും മതി. അപ്പോൾ അതിന് അനുയോജ്യമായൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കുപ്പയിട്ട പാറയ്ക്ക് ഇപ്പുറമാണ് ഈ ഒരു സ്ഥലം. അങ്ങനെ പയ്യന്മാർ ജസ്റ്റ് 2 ചെറിയ കമ്പ് കെട്ടിക്കൊണ്ട് വരും. അപ്പോൾ ആ കമ്പ് കൊണ്ട് നിർത്തിയിട്ട് നമുക്കിവിടെ നക്കര ഭാഗത്തേക്ക് നമുക്ക് വല കെട്ടണം. അപ്പോൾ വല കെട്ടിയാലാണ് നമുക്ക് അടുത്ത് എന്തെങ്കിലും സെറ്റാവുന്നെങ്കിൽ വല കെട്ടിയാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങ് കോണുണ്ട്, ആ പോച്ച കിടക്കുന്ന സ്ഥലം, അതായത് ഈ പച്ച പുല്ല് കിടക്കുന്ന സ്ഥലം. ആ പുല്ല് കിടക്കുന്ന സ്ഥലത്താണ് നമ്മൾ സ്ഥിരമായിട്ട് വല കെട്ടുന്നത്. വല കെട്ടിയിട്ട് അത്യാവശ്യം മീനൊക്കെ നമുക്ക് എല്ലാ വർഷവും ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം, കെട്ടി നോക്കാം. കെട്ടിയിട്ട് എന്തായാലും 1 മണിക്കൂറോളം നമുക്കിവിടെ ഇരിക്കാം. ഇരുന്നിട്ട് പിന്നെ അതിന് പുറമെ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റുവാണെങ്കിൽ അവിടുത്തെ കാഴ്ചകൾ കാണാം. പിന്നെ അതുപോലെ മാക്സിമം ഇതിനെ അക്കരയ്ക്ക് നീന്തി കയറാൻ പറ്റുമെങ്കിൽ നീന്തിയൊക്കെ മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ നീന്തി കയറും. ഇനിയിപ്പം മലയിൽ മഴ പെയ്താൽ മാത്രമേ ഇവിടെ ചെളി മട്ടിറങ്ങുള്ളൂ. മട്ടിറങ്ങുമ്പോഴാണ് കൂടുതലും മീനുകൾ വരാനായിട്ടുള്ള സാധ്യതയുള്ളത് കേട്ടോ. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഇതാ മഴ വരുന്നുണ്ട്, മഴയും മഞ്ഞും ഒക്കെ വരുന്നുണ്ട്. ഇതാ അങ്ങോട്ടേക്ക് ഉണ്ടോ, എന്ത് രസമായിട്ടുള്ളൊരു സ്ഥലമെന്നറിയാമോ. ആ പോച്ചയിൽ വെള്ളം എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. നല്ല കരിമീൻ എത്താനായിട്ടുള്ള നല്ല സാധ്യതയുണ്ട് കേട്ടോ. നമുക്കെന്തായാലും നോക്കാം, ശ്രമിക്കാം നമുക്ക്. എന്തായാലും മഴയുടെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടോളി ഗൈസ്. അപ്പോൾ പയ്യന്മാർ പറഞ്ഞു ഇതൊന്ന് വെള്ളത്തിൽ മുക്കണമെന്ന്. അപ്പോൾ ഇവന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൽ മുക്കുകയാണ്. നമുക്കെന്തായാലും വെള്ളത്തിനടിയിൽ കുറച്ച് കാഴ്ചകൾ കാണാം. ഇലിയനാണ് എന്നോട് പറഞ്ഞത് നോക്കാൻ. വേണ്ട, അടിപൊളി വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ പൊക്കിയെടുത്തിട്ടുണ്ട് ഗോപ്രോ. നമ്മളിതാ റിസർവോയറിൽ നിൽക്കുകയാണ്. അപ്പോൾ റിസർവോയറിൽ അത്യാവശ്യം ഇവിടെ കാണുന്ന കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, ഇവിടെയൊക്കെ നല്ല ഈ കയലി മീൻ, അതായത് കുഞ്ഞു മീനുണ്ടല്ലോ, അത് കിട്ടാനായിട്ടുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇതല്ലേ. ഈ കുറച്ച് സൈഡിലൊക്കെ പോച്ചയുണ്ട്. അപ്പോൾ നമുക്കിത് കറക്കി ഇങ്ങനെ ഒന്ന് വലയിടണം. ഈ വലയിട്ടിട്ട് നമുക്ക് നോക്കാം. അത് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ നമ്മൾ ഊരി അവിടെ ഇട്ടിട്ടുണ്ട്, നിക്കറിട്ടിട്ടുണ്ട്, തോർത്തെടുത്തിട്ടുണ്ട്. ബാക്കി ഇനിയുള്ള പരിപാടികളെല്ലാം വെള്ളത്തിൻ്റെ അടിയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വല കേട്ടാം. ഇങ്ങനെ ഇടാടാ പക്കി, ഇങ്ങനെ അത്ര എത്തുമായിരിക്കുമല്ലോ അത്. അത് താഴ്ചയുടെ ഇതാണ് സൈത്തന്നെ വല കെട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്താണ് ആദ്യം ഒരു വലയിട്ടത്. അത്യാവശ്യം നല്ല മഴയുണ്ട്, അത്യാവശ്യം നല്ലൊരു മഴ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിപ്പം തോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ നമ്മൾ അക്കരെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ അടുത്ത് നമ്മുടെ വലയും കൂടെ കെട്ടിയിട്ട് നമുക്ക് പതിയെ വലയൊക്കെ കുറേ സമയം കഴിയുമ്പോൾ ചെന്ന് നോക്കണം. എനിക്ക് തോന്നണില്ല ഇന്നത്തെ പരുവത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ. എന്തായാലും നമുക്ക് ഒന്ന് ശ്രമിച്ച് നോക്കാം എന്താണ് എന്നുള്ളത്. അടിപൊളി ഒരു സ്ഥലമാണ്, നല്ല പച്ചപ്പും ഒക്കെ ഉണ്ട്. ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ രഞ്ജിത്ത് പക്കി. സഞ്ചിയും പാണ്ടക്കെട്ടൊക്കെ ആ സൈഡിൽ ഇരിപ്പുണ്ട്.
പയ്യന്മാർ അടുത്തൊരു കമ്പ് കിട്ടാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അക്കരെ കണ്ട ആ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഇനിയും വെള്ളം കയറാനുണ്ട്. നമ്മുടെ നാച്ചിയാർ മോട്ടേക്ക് അത് അങ്ങാണ്. മലയേട്ടം വന്ന് വളരെ പണിയാളി ഒരു ദിവസമാണെന്ന് പറയാം. കാരണം ഇവിടെ നല്ല ആന ശബ്ദം ഉണ്ടാക്കുകയാണ്. എനിക്കിതെടുത്തിട്ട് പെട്ടെന്ന് പോകാനേ പറ്റുള്ളൂ. നമുക്ക് ഭയങ്കര ശബ്ദം കേൾക്കണം മുകളിലോട്ട്. വലയെടുക്കാൻ നേരെ പെട്ടെന്ന് അങ്ങ് ഓടിപ്പോകണം. നല്ല മഴ കേട്ടോ, നല്ല മഴ ഇങ്ങനെ അടിക്കുന്നുണ്ടേ. ഈ പാറയിലൊക്കെ ഉണ്ടോ വെള്ളം ഇങ്ങനെ വരുന്നത്. ഇതാ ഇങ്ങോട്ടൊക്കെ നോക്കിക്കേ, നല്ല മഴ അടിക്കുന്നുണ്ട്. നേരത്തെ കണ്ട മലനിരകളും ഒന്നും കാണാനൊന്നും പറ്റണില്ല. അത്യാവശ്യം മഴയടിക്കുന്നുണ്ടേ. ഇതാണ് വനത്തിലെ മഴയുടെ ആ ഒരു ഇതെന്ന് പറയുന്നത്. മഴ പെയ്യുമ്പോഴുള്ള ഫീലെന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും. ഒരു പ്രത്യേക ഒരു സൗണ്ടും ഒന്നും പറയണ്ട, പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് കേട്ടോ വനത്തിലിങ്ങനെ മഴ പെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പുറത്ത് വലയിട്ടിരുന്ന സമയത്താണെങ്കിൽ അവിടെ കാട്ടാന സൗണ്ട് ഉണ്ടാക്കി തൊട്ടടുത്ത്. ബാക്കിൽ നിന്നുള്ളവർ പറഞ്ഞ് അവരെയും കാട്ടാനയുടെ ഫ്രണ്ട് വന്ന് കയറി. അങ്ങനെ അവർ ബാക്കിൽ നിന്ന് പറഞ്ഞുണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ പോവുകയാണ്. കാരണം കൊച്ചു പയ്യന്മാരൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതിന് പുറമെ പരുവുമില്ല. കയ്യിലെല്ലാം കിട്ടിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ വർഷത്തെ ആദ്യത്തെ ദിവസമാണത് നമ്മൾ വരുന്നത്. എന്നിട്ട് തന്നെ തിരിച്ച് വെറും കയ്യോടെ പോകാനാണ് നമ്മളവസ്ഥ. എന്തായാലും നോക്കാം. ഈ ഭാഗത്തൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൃഗങ്ങൾ ശബ്ദം ഉണ്ടാക്കുന്നതോ അത്തരത്തിലൊന്നും നമുക്കറിയാൻ പറ്റില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇങ്ങ് വന്നു. അതുമല്ല ഈ മീൻ പിടിക്കാൻ ഒട്ടും പരുവല്ല കേട്ടോ. എല്ലാവരും പറയണ ഭയങ്കര മീൻ പിടുത്തം എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ ഒന്നും കിട്ടത്തില്ല. ഇത്ര സമയം വലയിട്ടിട്ട് തന്നെ ഒന്നിനും ഒരു പരുവുമില്ല. പിന്നെ നമുക്കും പിടിക്കാതിരുന്നപ്പോൾ വല എടുത്തപ്പോൾ തന്നെ ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന്. പിന്നെ നിന്നിട്ടും കാര്യമില്ല എന്നെല്ലാം മനസ്സിലാക്കി നമ്മളിതാ നേരെ രാഹുലിൻ്റെയൊക്കെ അങ്ങോട്ടാണ് നമ്മൾ പോണത്. കിലിയൻ എംബാപ്പെ മുമ്പേ പോകണുണ്ട്. പുള്ളിക്കാരൻ്റെ കയ്യിലാണ് എൻ്റെ തുണിയൊക്കെ. ആനശല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മഴ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ആനശല്യമാണ്. ഇരുട്ടുന്നതിന് മുമ്പ് വീടൊക്കെ എത്താൻ നോക്കണം. അതാണ് ആനശല്യമായാലുള്ള പ്രത്യേകത. അപ്പോൾ അങ്ങനെ മീനൊന്നും കിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ നമ്മളിതാ തേരി അങ്ങനെ പാഞ്ഞ് കയറുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ നല്ല വെള്ളം കയറിയുമ്പോൾ മാത്രമേ ഈ കൈലി മീനിനൊക്കെ പരുവുള്ളൂ. അത്യാവശ്യം വലിയൊരു തേരി തന്നെയാണ് കേട്ടോ ഇത്. കയറി അങ്ങ് മുകളിൽ പോകണം. ഇവിടെയൊക്കെ നമ്മൾ മുമ്പ് വരുന്ന സമയത്ത് നല്ല ഇരുട്ടിയുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷെ മീൻ കിട്ടിയില്ലെങ്കിലും കുറച്ച് കാടിൻ്റെയൊക്കെ ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയല്ലോ. അത് തന്നെ വലിയ കാര്യമല്ലേ. ആറ്റിൽ നിന്നൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട്. മീനൊന്നും കിട്ടാത്തൊരു സാഹചര്യത്തിൽ വളരെ നമ്മൾ ദുഃഖിതമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാണ്. വീട്ടിൽ നിന്ന് ആശിച്ചിറങ്ങി വന്നതാണ്. പക്ഷെ ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു കൈലി പോലും കിട്ടിയില്ല എന്നുള്ളതാണ് വളരെ വാസ്തവമായിട്ടുള്ള കാര്യം. എന്തായാലും ഇനി ഇവിടെ നിന്ന് അത്യാവശ്യം നടക്കാനുണ്ട്. നടന്ന് നമുക്ക് മയിലാടുംപാറയുടെ അവിടെ എത്താം. ഈ ആനയാണ് നമ്മളെല്ലാ തരത്തിലും ഇന്ന് പണി കളിപ്പിച്ചത്. ആനയാണ് കേട്ടോ. ഒന്നും നടന്നില്ല. അതുമല്ല പരുവുമില്ല. പരുവെന്ന് പറയുന്ന സാധനമില്ല. നമ്മൾ വലയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു പരുവും കാണൂല കേട്ടോ. നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ വിചാരിച്ചാണ് വലയൊക്കെ എടുത്ത് പറഞ്ഞത്. പക്ഷെ നമ്മളെപ്പോൾ പോയാലും നമുക്കൊന്നും കിട്ടൂല. അതൊരു
വല്ലാത്തൊരു തേഞ്ഞൊരു അവസ്ഥയും കൂടിയാണ്. രാവിലെ പോയ സ്ഥലമായിട്ടുള്ള ഒരു പടുത്തിപ്പാറയുടെ പടുത്തിപ്പാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരന്ന പാറകളാണ് പടുത്തിപ്പാറ എന്ന് പറയണേ. അങ്ങനെ ഈ പാറേൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നേരെ മയിലാടുംപാറ പോകണം. മയിലാടുംപാറ പോയിട്ട് വലയൊന്ന് നോത്ത് ക്ലീൻ ചെയ്തെടുക്കണം. അത് തന്നെയാണ് പണി. രാവിലെ വിചാരിച്ച പോലെ തന്നെ തേഞ്ഞ് ഒന്നും കിട്ടിയില്ല. തിരിച്ചതാ കാടിറങ്ങി വീട്ടിലേക്കുള്ള മടക്കം. കിലിയൻ എംബാപ്പയും നമ്മുടെ കൂടെയാണ്. മയിലാടുംപാറയിൽ എത്തിയിട്ടുണ്ടേ. വളരെ ശാന്തം. നമ്മൾ മയിലാടുംപാറ വന്നിട്ടുണ്ട്. മീനൊന്നും കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ നമ്മളിതാ മയിലാടുംപാറയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. എന്തായാലും ഇനി ഈ സമയത്ത് ഞാൻ ഇനി മീൻ പിടിക്കാൻ വരില്ല. നല്ല നമ്മുടെ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്തായാലും ഇനി മീൻ പിടിക്കാവുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് കാഴ്ചകൾ നമ്മൾ കാണാൻ പറ്റും. ഈ നിൽക്കുന്നതാണ് ഗന്ധകപ്പാല. ഈ മരം കണ്ട, ഇതാണ് ഗന്ധകപ്പാല. ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും എരിവ് കൂടിയ ഇലയാണ് ഈ ഗന്ധകപ്പാല എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം എരിവാണ് ഇതിൻ്റെ ഇലയ്ക്ക്. പല്ലുവേദനയ്ക്കൊക്കെ ചെറുതായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും ഈ ഗന്ധകപ്പാലയുടെ ഇല എന്ന് പറയുന്നത്. അങ്ങനെ പണിപാളിയെ നമ്മുടെ മീൻപിടുത്തവുമായിട്ട് നമ്മളിതാ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ഇവിടെ നിന്ന് ഏകദേശം എനിക്ക് 4 കിലോമീറ്ററും കുട്ടപ്പനും എംബാപ്പയ്ക്കൊക്കെ ഇവിടെ നിന്ന് തൊട്ട് മുകളിലാണ് ഇവരുടെയൊക്കെ വീട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. രാവിലെ നമ്മൾ നടന്നു വന്ന വഴി കൂടെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും തിരിച്ചു പോണത്. അങ്ങനെ ആന വിളിക്കുകയും ആന വന്ന് ഇതൊക്കെ ആക്കിയത് കൊണ്ട് തന്നെ ബാക്കിൽ നിന്ന് വന്നവരെ ആന ഓട്ടിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ അവിടെ കൂടുതലായിട്ട് നിന്നില്ല. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഇതേപോലെ മീൻ പിടിക്കാൻ പോയ സമയത്ത് ഒരു മാമീനെ നമ്മുടെ സെറ്റിൽമെൻറ്റ് ഉള്ളതിനെ തൊട്ട് അപ്പുറത്തെ സെറ്റിൽമെൻറ്റ് ഉള്ളതാണ് ഒരു മാമീനെ ഇങ്ങനെ ആന പിടിച്ച് അങ്ങനെ മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ എത്തുന്നതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്കാണ് പോണത്. മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്കിതാ ഇവിടെ നിന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പച്ചപ്പുകളൊക്കെ എപ്പോഴും ഇങ്ങനെ നിലനിന്നിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതൊന്നും എപ്പോഴും നിലനിൽക്കത്തില്ല. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഓരോ വ്യതിയാനങ്ങളുണ്ട്. ഇപ്പം മഴ, മഞ്ഞുകാലം, പിന്നെ വേനൽക്കാലം, പിന്നെ ശൈത്യകാലം, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള കാലങ്ങളുണ്ടല്ലോ. അപ്പോൾ ഓരോ കാലത്തിനും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. ഇതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ്, അതായത് മൺസൂൺ കാലം ആയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഏതാണ്ട് ഇത്രയും നല്ലൊരു കാലാവസ്ഥയും അതുപോലെ ഇത്രയും നല്ലൊരു പച്ചപ്പൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ചാനലിലൂടെ കൂടുതൽ ആൾക്കാരും കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് ഗൾഫിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരും ഇത്തരം വീഡിയോസൊക്കെയാണ് ആഗ്രഹിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്. മാക്സിമം നമുക്ക് ഇത്തരം വീഡിയോസ് എടുക്കാനായിട്ട് ശ്രമിക്കാം. രാവിലെ പോയ സ്ഥലത്ത് തന്നെ തിരിച്ച് നടന്നെത്തിയിട്ടുണ്ട്. സമയം ഏകദേശം ഇപ്പോൾ ഒരു വൈകുന്നേരം 5:30 ആയിട്ടുണ്ട്. 5:30 ആയ സമയത്ത് നമ്മളിതാ കാടൊക്കെ അടിച്ച് ഇറങ്ങി മീനൊന്നും കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ മയിലാടുംപാറയ്ക്ക് തൊട്ട് മുകളിലൂടെ രാഹുലിൻ്റെയും അതുപോലെ നമ്മുടെ സ്വന്തം രഞ്ജിത്തിൻ്റെയൊക്കെ ഊരുകളിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയെല്ലാം പ്രധാനമായിട്ടും കാണുന്നത് കുറച്ച് മരത്തിലേ കാണുന്നില്ല. ഇതൊക്കെ ഇവരുടെ കൊടിയാണ്, അതായത് നല്ല കുരുമുളകിൻ്റെ കൊടികളൊക്കെയാണ്. ഒക്കെ ഇവരുടെ കൃഷിവിളകളൊക്കെയാണ്. കാണുമ്പോൾ കാടെന്ന് വിചാരിക്കും. പക്ഷേ ഓരോ മനുഷ്യരും എത്തിപ്പെട്ട ഓരോ സാഹചര്യങ്ങൾ തന്നെയാണ്. ഇപ്പം നമ്മളായാലും വനത്തിൽ കിടക്കുന്നതൊക്കെ ഓരോ മനുഷ്യരുടെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ എത്തിപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ എത്തിപ്പെട്ടൊരു ഗ്രാമമാണ് ഈ കമലകം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ നിരവധി ഏകദേശം ഒരു 86ഓളം കുടുംബങ്ങളുള്ള നമ്മുടെ വനത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾതാമസമുള്ളൊരു സെറ്റിൽമെൻറ്റാണ് കേട്ടോ കമലകം എന്ന് പറയുന്നത്. ഏകദേശം 86ഓളം കുടുംബങ്ങൾ താമസിക്കുന്നൊരു സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിതാ കുട്ടപ്പനും രഞ്ജിത്തോടെ നിൽപ്പുണ്ട്. അതിന് തൊട്ട് സൈഡിലാണ് നമ്മൾ രാവിലെ കണ്ട ആ ഒരു പാറ എവിടെയാണുള്ളത്. അപ്പോൾ കുറച്ച് മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ കുട്ടപ്പൻ്റെയും രഞ്ജിത്ത് പക്കിയുടെയൊക്കെ വീടുകളൊക്കെ ആവും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഇതേ സമയത്ത്, അതായത് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ മീനുകൾ ആറ്റിലേക്ക് ഇറങ്ങാനായിട്ടുള്ള സാധ്യതയുള്ളത്. അതുപോലെ തന്നെ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ മീനുകളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങൾ എല്ലാവരും, ഇപ്രാവശ്യം രാഹുലില്ലായിരുന്നു, അപ്പോൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് നമ്മളും പോകും, അല്ലാതെ നമ്മൾ ആറ്റിലേക്കൊക്കെ പോവുകയും മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ പൊക്കഴിഞ്ഞാൽ മീനൊന്നും കിട്ടത്തില്ല. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ രാഹുലൊക്കെ പോയിട്ട് അവിടെ കൊണ്ട് വലയിടും, നല്ല മീനുകളൊക്കെ കിട്ടും. ഇന്നാണെങ്കിൽ മീൻ കിട്ടിയില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ നമ്മുടെ റിസർവോയർ കയറാനുണ്ട്. അപ്പോൾ ഈ പോച്ച വെട്ടി തിന്നാനായിട്ട് ചെറിയ ചെറിയ കയലി മീനുകളൊക്കെ കയറി വരും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളൊരു വലയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അവിടെ വലയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം വലയൊക്കെ ഇട്ട് അവിടെ ഇരുന്നപ്പോഴാണ് കാട്ടാന ഒന്നിറങ്ങിയതും അങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ അതുമല്ല, ഈ കയലിക്കൊന്നും പരുവമില്ല.
പൊതുവേ ഈ ഒരു സമയത്ത് മീനൊന്നും കിട്ടാത്തൊരു പരുവമാണ്. 2-3 ദിവസം മുമ്പൊക്കെ നല്ല പരുവാണെന്നൊക്കെ പറഞ്ഞ് ചിലവരൊക്കെ പോകുമ്പോൾ മീൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ്. നമ്മൾ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മീനൊന്നും കിട്ടത്തില്ല, എന്താണെന്ന് നമുക്കും അറിയത്തില്ല. അങ്ങനെ ഇപ്പം പൊതുവായിട്ട് ഈ ഒരു കയ്യിൽ മീനിന് പരുവൊന്നുമില്ല. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഇതാ രാഹുലിൻ്റെയൊക്കെ വീടിന് തൊട്ട് താഴെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു ഫിഷിംഗ് വീഡിയോ ഒക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ മീൻ കിട്ടാതെ നമ്മൾ ഫിഷിങ്ങിന് പോയിട്ട് കാര്യമില്ല. എന്നാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു യാത്രയിൽ ഒരുപാടധികം വനങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റി. അത് തന്നെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ മയിലാടും പാറയ്ക്ക് മുകളിൽ വന്നിട്ട് നമ്മളങ്ങനെ അവസാനിപ്പിക്കുകയാണ്. എപ്പോഴും ഈ റൂട്ടൊക്കെ തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും വീഡിയോ എടുക്കുന്ന സ്ഥലമെന്ന് പറയുന്നത്. കാരണം ഇതും ഉൾക്കാടുകൾ തന്നെയാണ്. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തെല്ലാം ഭയങ്കരമായിട്ടുള്ള കാടുകളാണ്. ആന കഴിഞ്ഞ ദിവസം തൊട്ട് മുകളിൽ നമ്മുടെ കമലകം ഊരിലൊക്കെ കഴിഞ്ഞ ദിവസം ആന വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കൂടെ ഇന്ന് രഞ്ജിത്തും നമ്മുടെ എംബാപ്പ കുട്ടപ്പനും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലും അതുപോലെ ഈ ഒരു ഫിഷിങ്ങിനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ മീൻ കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് നേരത്തെ തന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ലൈറ്റൊന്നും കൊണ്ടുപോയില്ല. ആനയൊക്കെ ഇറങ്ങി നിൽക്കുവാണെങ്കിൽ പണി പാളും. അപ്പോൾ അതിൻ്റെ എല്ലാ സിറ്റുവേഷനൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചതാ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അടിപൊളി വൈൽഡ് ലൈഫ് എപ്പിസോഡുമായിട്ട് വരും. ഈ ചാനലിലൂടെ പ്രധാനമായിട്ടും കുറച്ച് കാട്ടിലെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തെത്തിക്കണം. അത് തന്നെയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബായ്.